സീറ്റ് വിഭജനത്തിൽ അന്തിമധാരണയ്ക്കായി യുഡിഎഫ് യോഗം ഇന്ന് തിരുവനന്തപുരത്ത് ചേരും. ഘടകകക്ഷികളുടെ കടുത്ത അതൃപ്തിക്കിടെ സീറ്റ് വിഭജനത്തിൽ ഏകദേശ ധാരണയുണ്ടാക്കാനാണ് ശ്രമം. ലീഗും കേരള കോൺഗ്രസും മാണിയും സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തിയ സാഹചര്യത്തിൽ കൂടുതൽ ചർച്ചകൾക്കിടയില്ല. ജേക്കബ് ഗ്രൂപ്പിന് തരൂർ സീറ്റ് കൂടി നൽകുന്നത് യോഗം പരിഗണിക്കും. ഘടകകക്ഷികളുടെ കടുത്ത അതൃപ്തിക്കിടെ സീറ്റ് വിഭജനത്തിൽ അന്തിമ ധാരണയുണ്ടാക്കാനാണ് കോൺഗ്രസ് നേതൃത്വത്തിന്റെ ശ്രമം. ലീഗ് 24 സീറ്റിലും കേരള കോൺഗ്രസ് മാണി വിഭാഗം 15 സീറ്റിലും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അരൂരിൽ പിടിവാശി ഉപേക്ഷിച്ച് കയ്പമംഗലം RSP അതൃപ്തിയോടെ അംഗീകരിക്കുന്നു. നെന്മാറയ്ക്കു പകരം അമ്പലപ്പുഴയിൽ JDU മത്സരിക്കും. അമ്പലപ്പുഴയിൽ സ്ഥാനാർത്ഥിത്വം ഉറപ്പിച്ചിരുന്ന ഷാനിമോൾ ഉസ്മാൻ ഏത് തരത്തിൽ പ്രതികരിക്കുമെന്ന ആശങ്ക JDUവിനുണ്ട്. സീറ്റ് വിഭജനത്തിൽ അനീതി ചൂണ്ടിക്കാണിച്ച് കേരള കോൺഗ്രസ് ജേക്കബ് ചെയർമാൻ UDF ഉന്നതാധികാര സമിതി അംഗത്വം രാജിവെച്ചിരുന്നു. 4 സീറ്റിൽ മത്സരിച്ച പാർട്ടിക്ക് പിറവം സീറ്റ് മാത്രം നൽകാമെന്ന ധാരണയിൽ പ്രതിഷേധിച്ചായിരുന്നു ജോണി നെല്ലൂരിന്റെ രാജി. ജേക്കബ് വിഭാഗത്തിന് ഒരു സീറ്റ് കൂടി നൽകുന്നതിൽ യോഗത്തിൽ ആലോചനയുണ്ടാകും. 11 മണിക്ക് ക്ലിഫ് ഹൗസിലാണ് യോഗം. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. LDF തെരഞ്ഞെടുപ്പ് പ്രകടന പത്രിക ഈ മാസം 19-ന് പ്രസിദ്ധീകരിക്കുമെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു. എല്ലാ മേഖലകൾക്കും അർഹമായ പരിഗണന നൽകുന്നതായിരിക്കും പ്രകടന പത്രികയെന്നും അദ്ദേഹം പറഞ്ഞു. കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് ചേർന്ന LDF യോഗം പ്രകടന പത്രികയുടെ കരട് തയ്യാറാക്കി. സർവ്വമേഖലകളിലെയും സമഗ്ര വികസനം ലക്ഷ്യമിട്ടാണ് ഇടതുപക്ഷ മുന്നണി പ്രകടന പത്രികയ്ക്ക് രൂപം നൽകുന്നത്. കേരള അന്താരാഷ്ട്ര പഠന കോൺഗ്രസ് മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങൾ കൂടി ഉൾപ്പെടുന്നതായിരിക്കും പ്രകടന പത്രിക. വിശദമായ ചർച്ചകൾക്ക് ശേഷം വരുന്ന 19-ന് പ്രകടന പത്രിക പ്രസിദ്ധീകരിക്കുമെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു. LDFന്റെ സംസ്ഥാന കമ്മിറ്റി അതിന്റെ പ്രാഥമികമായ രൂപം കൊടുത്തിട്ടുണ്ട്. അവിടെ വന്ന പല അഭിപ്രായങ്ങളും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു സമഗ്രമായ ഒരു രേഖയാക്കി മാറ്റി അടുത്ത ആഴ്ച 19-ാം തീയതി LDFന്റെ പ്രകടന പത്രിക പരസ്യപ്പെടുത്താനാണ് ഉദ്ദേശിക്കുന്നത്. അതുവരെ അതിൻ്റെ മറ്റ് വിധത്തിലുള്ള അഭിപ്രായങ്ങളും കൂടി ശേഖരിക്കാൻ വേണ്ടി സമയമെടുക്കും. പ്രകടന പത്രിക പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞാൽ അത് സംബന്ധിച്ച് എല്ലാ പ്രദേശങ്ങളിലും ജനങ്ങളുടെ അഭിപ്രായങ്ങൾ കൂടി ഞങ്ങൾ കേൾക്കാൻ സന്നദ്ധമാവും. വിവിധ മേഖലകളിലെ വിദഗ്ധരുടെയും പൊതുജനങ്ങളുടെയും അഭിപ്രായങ്ങൾ കൂടി പരിഗണിച്ചായിരിക്കും പ്രകടന പത്രികയ്ക്ക് രൂപം നൽകുകയെന്നും കോടിയേരി വ്യക്തമാക്കി. കഴിഞ്ഞ LDF സർക്കാർ തുടങ്ങിവെച്ച പദ്ധതികൾ പൂർത്തീകരിക്കാനും ജൈവകൃഷി പ്രോത്സാഹിപ്പിക്കാനുമുള്ള പ്രവർത്തനങ്ങൾക്ക് പ്രകടന പത്രികയിൽ മുൻതൂക്കം നൽകും. യുവാക്കൾക്ക് IT മേഖലയിലടക്കം കൂടുതൽ തൊഴിലവസരങ്ങൾ ഒരുക്കാനും കേരളത്തെ സ്ത്രീ സൗഹൃദ സംസ്ഥാനമാക്കാനുമുള്ള പദ്ധതികളും പ്രകടന പത്രികയിൽ വിഭാവനം ചെയ്യുന്നു. പരിസ്ഥിതിക്കും വികസനത്തിനും ഒരുപോലെ പ്രാധാന്യം നൽകുന്നതായിരിക്കും LDFന്റെ പ്രകടന പത്രിക. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. പീപ്പിൾ ഇംപാക്ട് വാഹനങ്ങളുടെ താൽക്കാലിക രജിസ്ട്രേഷൻ വാഹന ഡീലർമാർക്ക് നൽകാനുള്ള ഗതാഗത കമ്മീഷണർ ടോമിൻ ജെ തച്ചങ്കരിയുടെ ഉത്തരവ് പിൻവലിക്കാൻ ഗതാഗത വകുപ്പിന്റെ തീരുമാനം. ലക്ഷങ്ങളുടെ അഴിമതിക്ക് വഴിതെളിച്ച ഇടപാട് പുറത്തുകൊണ്ടുവന്നത് പീപ്പിൾ വാർത്തകൾ. തീരുമാനം പിൻവലിച്ച ഉത്തരവ് പീപ്പിൾ ടിവിക്ക് ലഭിച്ചു. വാഹനങ്ങളുടെ താൽക്കാലിക രജിസ്ട്രേഷൻ വാഹന ഡീലർമാർക്ക് നടത്താമെന്ന ഗതാഗത വകുപ്പിന്റെ തീരുമാനമാണ് താൽക്കാലികമായി പിൻവലിക്കാൻ ഗതാഗത കമ്മീഷണർ ടോമിൻ ജെ തച്ചങ്കരി തീരുമാനിച്ച് ഉത്തരവിറക്കിയത്. ഉത്തരവിന്റെ പകർപ്പ് പീപ്പിളിന് ലഭിച്ചു. കമ്മീഷണറുടെ പ്രത്യേക താൽപര്യമനുസരിച്ചെടുത്ത തീരുമാനത്തിന് പിന്നിൽ ലക്ഷങ്ങളുടെ അഴിമതി നടന്നുവെന്ന് പീപ്പിൾ വാർത്ത പുറത്തുവിട്ടതിനെ തുടർന്ന് സംഭവം വിവാദമായിരുന്നു. സംസ്ഥാനത്തെ RTO ഓഫീസുകൾ ജീവനക്കാർ ഉപരോധിക്കുന്നതടക്കമുള്ള പ്രതിഷേധവും നടന്നു. ഇതിനെ തുടർന്ന് ഗതാഗത മന്ത്രി നേരിട്ട് ഇടപെട്ടാണ് തീരുമാനം തൽക്കാലം നടപ്പിലാക്കേണ്ടതില്ലെന്ന് നിർദ്ദേശിച്ചത്. അടുത്ത സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ ആവശ്യമെങ്കിൽ പരിശോധിച്ച് നടപ്പാക്കട്ടെ എന്നാണ് മന്ത്രിയുടെ തീരുമാനം. ഇതിനെ തുടർന്നാണ് ടോമിൻ ജെ തച്ചങ്കരിക്ക് ഉത്തരവ് പിൻവലിക്കേണ്ടി വന്നത്. ഇതിനിടെ പ്രതിദിനം 5000-ഓളം വാഹനങ്ങൾ രജിസ്ട്രേഷൻ ചെയ്യേണ്ടിയിരുന്നു. എന്നാൽ പല ജില്ലകളിലും വാഹന രജിസ്ട്രേഷൻ നടന്നിട്ടുമില്ല. വാഹന രജിസ്ട്രേഷൻ വഴി സർക്കാർ ഖജനാവിലേക്ക് ലഭിക്കേണ്ട കോടികളാണ് ഇതോടെ ലഭിക്കാതെ വന്നിരിക്കുന്നത്. ലെസ്ലി ജോൺ, ഇടുക്കി. ജൈവ പച്ചക്കറി കൃഷിക്ക് പിന്നാലെ നെൽകൃഷിയിലും സജീവമായി CPIM. എറണാകുളം കാഞ്ഞൂരിൽ പാർട്ടി വിത്തിറക്കിയ പാടത്തെ കൊയ്ത്തുത്സവം നാടിന്റെ ആഘോഷമായി. വിഷുവിന് ജൈവ അരി വിപണിയിലെത്തും. ജൈവജീവിതം പദ്ധതിയുടെ ഭാഗമായി CPIM പ്രവർത്തകർ കൃഷിയിറക്കിയ കാഞ്ഞൂർ പാടശേഖരത്തായിരുന്നു വിളവെടുപ്പ്. തരിച്ചു കിടന്ന 22 ഏക്കർ നെൽപ്പാടത്ത് DYFI കർഷക സംഘം പ്രവർത്തകർ ചേർന്നായിരുന്നു കൃഷിയിറക്കിയത്. വിളവെടുപ്പ് ഒരു ഗ്രാമത്തിന്റെ ആഘോഷമായി. CPIM ജില്ലാ സെക്രട്ടറി P. രാജീവ് കൊയ്ത്തുത്സവം ഉദ്ഘാടനം ചെയ്തു. ഞങ്ങളിപ്പോൾ കാണുന്നത് ഇവിടെ നിന്ന് കിട്ടുന്ന നെല്ല് മുഴുവൻ മറ്റൊന്നും ചേർക്കാതെ നല്ല രീതിയിൽ തന്നെ കുത്തിയെടുത്ത് ജൈവ അരിയാക്കി മാറ്റി വിഷുവിന് തുറക്കുന്ന ജൈവ പച്ചക്കറി സ്റ്റോളുകളിലൂടെ ഈ അരി വിപണനം ചെയ്യണമെന്നാണ് ഉദ്ദേശിക്കുന്നത്. വിഷുവിന് തുറക്കുന്ന ജൈവ പച്ചക്കറി സ്റ്റാളുകളിലൂടെ ജൈവ അരി ഉപഭോക്താക്കളിലേക്ക് എത്തും.
ജൈവ പച്ചക്കറിക്ക് പിന്നാലെ ജൈവ നെൽകൃഷിയിലേക്കും CPIM കടന്നിരിക്കുന്നു. രാഷ്ട്രീയത്തിനതീതമായി വലിയ ബഹുജന പിന്തുണയാണ് ഇത്തരം പദ്ധതിക്ക് ലഭിക്കുന്നത്. കാഞ്ഞൂരിൽ നിന്നും ക്യാമറമാൻ ജയപ്രകാശിനൊപ്പം സാലി മുഹമ്മദ്. തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് കേരളം. ആലുവയിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ചൂടേറി. ഇടതുവലത് മുന്നണി സ്ഥാനാർത്ഥികൾ വോട്ടർമാരെ നേരിൽ കണ്ട് വോട്ടുറപ്പിക്കുന്ന തിരക്കിലാണ്. CPIM ആലുവ ഏരിയ സെക്രട്ടറി വി സലീം LDFിനു വേണ്ടി ജനവിധി തേടുമ്പോൾ സിറ്റിംഗ് MLA അൻവർ സാദത്താണ് UDFിനു വേണ്ടി അങ്കത്തട്ടിൽ ഇറങ്ങിയിരിക്കുന്നത്. മത്സരചിത്രം തെളിഞ്ഞതോടെ ഇരു മുന്നണികളും ശക്തമായ പ്രചാരണ രംഗത്ത് ഇറങ്ങിക്കഴിഞ്ഞു. LDF സ്ഥാനാർത്ഥികളെ വളരെ നേരത്തെ തന്നെ പ്രഖ്യാപിച്ചതിനാൽ ആലുവയിലും പ്രചാരണ രംഗത്ത് LDF ഏറെ മുന്നിലാണ്. LDF സ്ഥാനാർത്ഥി വി സലീം ദിവസങ്ങൾക്ക് മുൻപ് തന്നെ പ്രചാരണ പ്രവർത്തനങ്ങൾ തുടങ്ങിയിരുന്നു. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 13,214 വോട്ട് ഭൂരിപക്ഷം നേടിയ UDFിന് 3 വർഷം കഴിഞ്ഞ് നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ലഭിച്ച ഭൂരിപക്ഷം 2,086 വോട്ട് മാത്രം. 85% ഇടിവ്. കുടിവെള്ള പ്രശ്നം, ഗതാഗത പ്രശ്നം തുടങ്ങി അടിസ്ഥാന വിഷയങ്ങളിൽ ജനങ്ങളുടെ പ്രതീക്ഷയ്ക്കൊത്തുയരാത്ത MLAക്കെതിരെ ശക്തമായി പ്രതിഷേധിക്കുന്ന ജനങ്ങൾ ഇത്തവണ ഇടതുമുന്നണിക്കായിരിക്കും വോട്ട് ചെയ്യുകയെന്ന് LDF സ്ഥാനാർത്ഥി വി സലീം പറയുന്നു. ജനങ്ങളുടെ കുടിവെള്ള പ്രശ്നത്തിന് പരിഹാരം കാണാൻ കഴിഞ്ഞിട്ടില്ല. ഈ മണ്ഡലത്തിൽ സമാന്തരമായ റോഡുകൾ നിർമ്മിച്ച് ഗതാഗത കുരുക്ക് ഒഴിവാക്കാൻ വേണ്ടിയുള്ള ഒരു നടപടിയെടുത്തിട്ടില്ല. മെട്രോ അങ്കമാലിയിലേക്കും നെടുമ്പാശ്ശേരിയിലേക്കും എയർപോർട്ടിലേക്ക് നീട്ടണമെന്നുള്ള ജനങ്ങളുടെ ആവശ്യം, അത് ഒന്നും തന്നെ ചെയ്യാൻ കഴിഞ്ഞില്ല. സിറ്റിംഗ് MLAമാർക്ക് സീറ്റ് ലഭിക്കുമോ ഇല്ലയോ എന്ന ആശയക്കുഴപ്പത്തിനിടയിൽ ഏറെ വൈകിയാണ് അൻവർ സാദത്തിനെ ആലുവയിലെ UDF സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചത്. ജനപക്ഷത്ത് നിന്ന് പ്രവർത്തിച്ചുവെന്ന ആത്മവിശ്വാസം അൻവർ സാദത്തിനുണ്ടെങ്കിലും മത്സരം ചെറുതല്ലെന്നും അദ്ദേഹം സമ്മതിക്കുന്നു. ജനങ്ങളുടെ പക്ഷത്ത് നിന്നുകൊണ്ട് പ്രവർത്തിച്ചു എന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ട്. അപ്പോൾ അതുകൊണ്ട് ജനങ്ങളെ അഭിമുഖീകരിക്കാൻ യാതൊരു മടിയും എനിക്കില്ല. മത്സരം ഒരിക്കലും ചെറുതല്ല. അത് സ്ഥാനാർത്ഥി ആരായാലും, പ്രത്യേകിച്ചും CPMൻ്റെ സ്ഥാനാർത്ഥിയാണ്, ഞങ്ങളത് നിസ്സാരമായി കാണണമെന്നില്ല. കഴിഞ്ഞ തവണ ആലുവയിൽ മത്സരിച്ച MN ഗോപി തന്നെയാണ് ഇത്തവണയും BJPക്ക് വേണ്ടി മത്സരിക്കുന്നത്. ആലുവയിൽ നിന്നും ക്യാമറാമാൻ രാജു വർഗീസിനൊപ്പം KM ഉമേഷ്. മലയോര മേഖലയിലെ കർഷകരുടെ വികാരം വോട്ടായി മാറുന്ന മണ്ഡലമാണ് ഇടുക്കി നിയമസഭാ മണ്ഡലം. ഒപ്പം കർഷക പാർട്ടി എന്ന അവകാശവാദം ഉന്നയിക്കുന്ന കേരള കോൺഗ്രസ് പാർട്ടികൾ തമ്മിൽ നിലനിൽപ്പിന്റെ പോരാട്ടം നടക്കുന്ന മണ്ഡലം കൂടിയാണ് ഇടുക്കി. അതുകൊണ്ട് തന്നെ ഇടുക്കിയിലെ മത്സരം രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നു. ഇടുക്കി നിയമസഭാ മണ്ഡലം രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്ന മത്സരവേദി. കേരള കോൺഗ്രസുകാർ മുഖാമുഖം മത്സരിക്കുന്നു എന്നതിലുമപ്പുറം കാർഷിക മേഖലയിലെ പ്രശ്നങ്ങളും കേന്ദ്ര പരിസ്ഥിതി നിയമ നിർദ്ദേശങ്ങളും സജീവ ചർച്ചാ വിഷയമാകുന്ന മണ്ഡലം കൂടിയാണ് ഇടുക്കി. ഈ വിഷയമുയർത്തി സമരമുഖത്തുള്ള ഹൈറേഞ്ച് സംരക്ഷണ സമിതിയും ഇടുക്കി രൂപതയുടെയും സ്വാധീനം വരുന്ന തെരഞ്ഞെടുപ്പിൽ നിർണായകമാകും. 2011 മുതൽ ഇടുക്കി MLA ആയ റോഷി അഗസ്റ്റിന് ഇതുവരെ ഭൂരിപക്ഷം കൂടിയതല്ലാതെ കുറഞ്ഞിട്ടില്ല. ഇതുതന്നെയാണ് റോഷിയുടെ ആത്മവിശ്വാസം. ഒപ്പം കഴിഞ്ഞ 15 വർഷത്തെ മണ്ഡലത്തിലെ വികസനവും ഇത്തവണ വോട്ടായി മാറുമെന്ന വിശ്വാസവും റോഷി അഗസ്റ്റിനുണ്ട്. വിശ്വസ്തത വർദ്ധിച്ചിട്ടേ ഉള്ളൂ. 13,000 ആയിരുന്നു, 16,000 പിന്നെ 18,000 അടുത്തായി. ഈ കാലയളവിൽ എനിക്ക് വലിയ മാറ്റങ്ങൾ വരുത്താൻ കഴിഞ്ഞൊരു കാലഘട്ടമാണ്. അതൊക്കെ ജനങ്ങളുടെ താല്പര്യത്തിന് അനുസരിച്ച് പ്രവർത്തിക്കാൻ സാധിച്ചു എന്നുള്ള വലിയ കോൺഫിഡൻസ് അതിലെ ഒരു ജനപ്രതിനിധിക്ക് ആവശ്യം. അതെനിക്ക് ആവോളം ഉണ്ട്. എനിക്ക് ഇടുക്കിയിലെ ജനങ്ങൾ അതുപോലെ വിശ്വാസമാണ്. എന്നാൽ കേരള കോൺഗ്രസ് പാർട്ടിയുടെ അടിസ്ഥാന ലക്ഷ്യമായ കർഷക പ്രശ്നം തന്നെയാണ് ജനാധിപത്യ കേരള കോൺഗ്രസ് സ്ഥാനാർത്ഥി ഫ്രാൻസിസ് ജോർജ് മുൻപോട്ട് വയ്ക്കുന്ന പ്രചരണ വിഷയം. അപ്പോൾ വലിയ വൻകിട വികസനങ്ങൾ നടത്തി എന്നൊരു വശത്ത് അവകാശപ്പെടുമ്പോൾ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളെ ബാധിക്കുന്ന അവരുടെ അടിസ്ഥാന സൗകര്യങ്ങൾ, ആ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം കാണാനുള്ള ആത്മാർത്ഥമായിട്ടുള്ള പരിശ്രമങ്ങൾ നടന്നിട്ടില്ല. അപ്പോൾ ഇതെല്ലാം പരിഗണിക്കുമ്പോൾ ഇടതുപക്ഷ മതേതര പുരോഗമന പ്രസ്ഥാനങ്ങൾ നേതൃത്വം കൊടുക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി, ആ മുന്നണിയാണ് ഈ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചു വരേണ്ടത് എന്നുള്ളത് ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു. അതിനനുസൃതമായിട്ടുള്ള ഒരു ജനകീയ മുന്നേറ്റം ഈ തെരഞ്ഞെടുപ്പിൽ തീർച്ചയായിട്ടും ഉണ്ടാകും. കസ്തൂരിരംഗൻ റിപ്പോർട്ടിനെതിരെ മലയോര ജനത സമരമുഖത്ത് കൈകോർത്തപ്പോൾ ഇവർക്കൊപ്പം ഇരു നേതാക്കളും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ജനങ്ങൾ ആരെ പിന്തുണയ്ക്കുമെന്നതറിയാൻ തെരഞ്ഞെടുപ്പ് ഫലം വരെ കാത്തിരിക്കേണ്ടി വരും. ലെസ്ലി ജോൺ, ഇടുക്കി. തൃശൂർ ജില്ലയിൽ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് മത്സരിക്കുന്ന ഏക മണ്ഡലമാണ് ഇരിങ്ങാലക്കുട. ഹൈന്ദവ ക്രൈസ്തവ വിശ്വാസികളുടെ കേന്ദ്രമാണെങ്കിലും ജാതി സമവാക്യങ്ങൾ ഇരിങ്ങാലക്കുടയുടെ തെരഞ്ഞെടുപ്പ് ചരിത്രങ്ങളിൽ ചലനമുണ്ടാക്കിയിട്ടില്ല. കോൺഗ്രസ് പ്രവർത്തകരുടെ അതൃപ്തി വകവയ്ക്കാതെയാണ് കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിലെ തോമസ് ഉണ്ണിയാടൻ 4ാം അംഗത്തിന് കളത്തിലിറങ്ങുന്നത്. KU അരുണനിലൂടെ മണ്ഡലം പിടിക്കാനാവുമെന്ന ആത്മവിശ്വാസത്തിലാണ് ഇടതുമുന്നണി. 1.5 പതിറ്റാണ്ടായി UDFിനൊപ്പം നിൽക്കുന്ന മണ്ഡലമാണ് ഇരിങ്ങാലക്കുട.
മുൻ മുഖ്യമന്ത്രി സി അച്യുതമേനോന്റെ തട്ടകമായിരുന്ന ഇരിങ്ങാലക്കുടയിൽ പിന്നീട് ഇടതു വലതു മുന്നണികൾ മാറി മാറി ജയിച്ചു കയറിയിട്ടുണ്ട്. 82 മുതൽ 2001 വരെ CPIM സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിരുന്ന ലോനപ്പൻ തമ്പാടനാണ് മണ്ഡലത്തെ പ്രതിനിധീകരിച്ചത്. UDFിൽ കേരള കോൺഗ്രസ് എമ്മിന്റെ സീറ്റാണ് ഇരിങ്ങാലക്കുട. 97 തെരഞ്ഞെടുപ്പിൽ ലോനപ്പൻ തമ്പാടൻ 6000-ലധികം വോട്ടുകൾക്ക് UDFിലെ തോമസ് ഉണ്ണിയാടനെ പരാജയപ്പെടുത്തി. 2001 ടി ശശിധരൻ ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായപ്പോൾ 406 വോട്ടുകൾക്ക് കേരള കോൺഗ്രസിലെ തോമസ് ഉണ്ണിയാടൻ മണ്ഡലം പിടിച്ചു. പതിറ്റാണ്ടുകൾക്ക് ശേഷം UDFിന്റെ കൈകളിലെത്തിയ മണ്ഡലം ഇതുവരെ നിലനിർത്താൻ തോമസ് ഉണ്ണിയാടനായി. 2006 LDFിലെ CK ചന്ദ്രനും 2011 അഡ്വക്കേറ്റ് KR വിജയയും തോമസ് ഉണ്ണിയാടനോട് ഏറ്റുമുട്ടി. മണ്ഡലത്തിൽ കേരള കോൺഗ്രസ് സാന്നിധ്യം കുറഞ്ഞുവെന്നും സീറ്റ് കോൺഗ്രസ് ഏറ്റെടുക്കണമെന്നും UDFിൽ ആവശ്യമുയർന്നിരുന്നു. എന്നാൽ മാണി വിഭാഗം പിടിമുറുക്കിയതോടെ ഇക്കുറിയും മണ്ഡലം കേരള കോൺഗ്രസ് മാണിക്ക് ലഭിച്ചു. പാർട്ടി ചെയർമാൻ KM മാണിയുടെ വിശ്വസ്തൻ തോമസ് ഉണ്ണിയാടനാണ് ഇക്കുറിയും സ്ഥാനാർത്ഥി. 4ാം അംഗത്തിനായി ഉണ്ണിയാടൻ തയ്യാറെടുത്തു കഴിഞ്ഞു. അതേസമയം തോമസ് ഉണ്ണിയാടനെ 4ാം വട്ടവും പരിഗണിക്കുന്നതിൽ UDF പ്രവർത്തകർക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ രൂക്ഷമാണ്. KU അരുണനെയാണ് LDF ഇക്കുറി ഇരിങ്ങാലക്കുടയിൽ കളത്തിലിറക്കുന്നത്. മണ്ഡലത്തിലെ വികസന മുരടിപ്പ് തന്നെയാണ് ഇടതുമുന്നണി പ്രചരണ ആയുധമാക്കുന്നത്. കർഷകരും കർഷക തൊഴിലാളികളുമാണ് മണ്ഡലത്തിൽ ഏറിയ പങ്കും. ഹൈന്ദവ ക്രൈസ്തവ വിശ്വാസികൾ ഏറെയുണ്ടെങ്കിലും തെരഞ്ഞെടുപ്പുകളിൽ ജാതി സമൂഹങ്ങൾ ഏശാറില്ല എന്നതാണ് ഇരിങ്ങാലക്കുടയുടെ ചരിത്രം. കുടിവെള്ള ലഭ്യതയും ഗതാഗത സൗകര്യങ്ങളും കുറവായ മണ്ഡലത്തിൽ അടിസ്ഥാന പ്രശ്നങ്ങളിൽ ഊന്നി തന്നെയാണ് പ്രചരണ പ്രവർത്തനങ്ങൾ ഊർജിതമാകുന്നത്. കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ 18,648 വോട്ടിന് മുന്നിലെത്താനായത് മണ്ഡലത്തിൽ LDFിന് ആത്മവിശ്വാസം പകരുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. കോട്ടയം ജില്ലയിൽ LDF മണ്ഡലം കൺവെൻഷനുകൾ തുടങ്ങി. കോട്ടയം പാലാ മണ്ഡലം കൺവെൻഷനുകളാണ് കഴിഞ്ഞ ദിവസം നടന്നത്. ഇന്ന് ഏറ്റുമാനൂരിൽ നടക്കുന്ന മണ്ഡലം കൺവെൻഷൻ LDF കൺവീനർ വൈക്കം വിശ്വൻ ഉദ്ഘാടനം ചെയ്യും. ജനഹൃദയങ്ങളിൽ ഇടം നേടിയ LDF സ്ഥാനാർത്ഥികൾ ഇതിനകം തന്നെ വോട്ടർമാരെ നേരിൽ കണ്ട് വോട്ടഭ്യർത്ഥിച്ചു തുടങ്ങി. അതേസമയം സ്ഥാനാർത്ഥി നിർണയത്തിലടക്കം തുടരുന്ന കല്ലുകടി UDF NDA മുന്നണികളുടെ പ്രചാരണത്തിലും നിഴലിച്ചിട്ടുണ്ട്. ഈ സാഹചര്യത്തിലാണ് LDFിന്റെ ആത്മവിശ്വാസമുയർത്തി ജില്ലയിൽ വിവിധ മണ്ഡലങ്ങളിൽ കൺവെൻഷനുകൾ ആരംഭിച്ചത്. LDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് റജി സക്കറിയുടെ വിജയത്തിനായുള്ള തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ കോട്ടയത്ത് നടന്നു. CPI ജില്ലാ സെക്രട്ടറി CK ശശിധരൻ ഉദ്ഘാടനം ചെയ്തു. പാലാ മണ്ഡലത്തിൽ LDF കൺവെൻഷൻ CPM ജില്ലാ സെക്രട്ടറി VN വാസവൻ ഉദ്ഘാടനം ചെയ്തു. LDF സ്ഥാനാർത്ഥി മാണി സി കാപ്പൻ സംസാരിച്ചു. ഏറ്റുമാനൂർ, കടുത്തുരുത്തി, വൈക്കം, ചങ്ങനാശ്ശേരി മണ്ഡലം കൺവെൻഷനുകൾ ഇന്ന് നടക്കും. പുതുപ്പള്ളി, കാഞ്ഞിരപ്പള്ളി മണ്ഡലം കൺവെൻഷനുകൾ വ്യാഴാഴ്ചയും പൂഞ്ഞാർ മണ്ഡലം കൺവെൻഷൻ വെള്ളിയാഴ്ചയും വിവിധ കേന്ദ്രങ്ങളിൽ നടത്തും. LDFിന്റെ സംസ്ഥാന ജില്ലാ നേതാക്കൾ കൺവെൻഷനിൽ പങ്കെടുക്കും. ന്യൂസ് ബ്യൂറോ, കോട്ടയം. പാലക്കാട് മണ്ഡലം LDF സ്ഥാനാർത്ഥി NN കൃഷ്ണദാസിന്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദൻ ഉദ്ഘാടനം ചെയ്തു. വാഗ്ദാനങ്ങൾ നടപ്പാക്കാത്ത രാഷ്ട്രീയത്തിന്റെ വക്താക്കളാണ് മോദിയും മൻമോഹൻ സിംഗുമെന്ന് VS പറഞ്ഞു. ജനങ്ങൾക്ക് നൽകുന്ന ഉറപ്പുകൾ നടപ്പാക്കുന്നവർ ഇടതുപക്ഷം മാത്രമാണ്. ഇതിനായി LDF സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കണമെന്നും VS പറഞ്ഞു. KR ഗോപിനാഥ് അധ്യക്ഷത വഹിച്ച കൺവെൻഷനിൽ സ്ഥാനാർത്ഥി NN കൃഷ്ണദാസ്, CPIM ജില്ലാ സെക്രട്ടറി CK രാജേന്ദ്രൻ, M ചന്ദ്രൻ MLA, വിവിധ കക്ഷി നേതാക്കൾ എന്നിവർ സംസാരിച്ചു. കണ്ണൂർ ജില്ലയിൽ പേരാവൂർ ഒഴികെയുള്ള മണ്ഡലങ്ങളിൽ ഇടതുമുന്നണി കൺവെൻഷനുകൾ പൂർത്തിയായി. വൻ ജനസാന്നിധ്യമായിരുന്നു കൺവെൻഷനുകളിൽ ദൃശ്യമായത്. അഴിമതിയിൽ മുങ്ങിക്കുളിച്ച സർക്കാരിനെ താഴെയിറക്കേണ്ടത് അനിവാര്യമാണെന്നും അഴീക്കോട് മണ്ഡലവുമായി ഇടതുമുന്നണിയുമായുള്ള പൊക്കിൾക്കൊടി ബന്ധമാണ് അഴിമതിക്കെതിരെയുള്ള ഇടതുമുന്നണി പോരാട്ടത്തിൽ പങ്കാളിയാകാൻ താൻ സന്നദ്ധനാവാൻ കാരണമെന്നും MV നികേഷ് കുമാർ പറഞ്ഞു. നൂറുകണക്കിന് ആളുകളാണ് കണ്ണൂർ ജില്ലയിൽ ഇടതുമുന്നണി നടത്തിയ കൺവെൻഷനുകളിൽ പങ്കെടുക്കാനെത്തിയത്. ദൃശ്യമാധ്യമ രംഗത്ത് കണ്ടുശീലിച്ച മാധ്യമപ്രവർത്തകൻ MV നികേഷ് കുമാറിന്റെ രാഷ്ട്രീയ രംഗപ്രവേശം അടുത്തറിയാനും വാക്കുകൾ കേൾക്കാനുമായി നിരവധി ആളുകളാണ് അഴീക്കോട് പുതിയ തെരുവിലെ നിത്യാനന്ദ സ്കൂളിൽ നടന്ന ഇടതുമുന്നണി മണ്ഡലം കൺവെൻഷനിൽ എത്തിയത്. ഭരണരംഗത്തുള്ളവർ തന്നെ പരസ്പരം അഴിമതി ആരോപണങ്ങൾ നടത്തുന്ന അവസ്ഥയിൽ ഒരു ഭരണമാറ്റം കേരളത്തെ രക്ഷിക്കാൻ ആവശ്യമാണെന്നും ഇത് ഇടതുമുന്നണിയിലൂടെ മാത്രമേ സാധ്യമാവുകയുള്ളൂവെന്നും അഴീക്കോട് മണ്ഡലവുമായും ഇടതുപക്ഷവുമായുള്ള തന്റെ പൊക്കൽക്കൊടി ബന്ധം അതാണ് തന്നെ തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് ഇറക്കിയതെന്നും MV നികേഷ് കുമാർ പറഞ്ഞു. അഴീക്കോട് നിയോജക മണ്ഡലത്തിലെ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഞാൻ എന്ന വ്യക്തിയെ കൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ ഉണ്ട് എങ്കിൽ എനിക്കൊരു പൊക്കിൾക്കൊടി ബന്ധമുണ്ട് ഈ പ്രസ്ഥാനത്തോട്. ആ പൊക്കിൾക്കൊടി ബന്ധം ഞാൻ ഉപയോഗിക്കും. ഈ ഭരണത്തെ അടിച്ചു പുറത്താക്കാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിനെ അധികാരത്തിൽ കൊണ്ടുവരാൻ, ആ അധികാരത്തിൽ കൊണ്ടുവരുന്നതിന് എനിക്കാവുന്ന വിധത്തിൽ ചെയ്യും. CPIM കേന്ദ്ര കമ്മിറ്റി അംഗം EP ജയരാജൻ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. TV രാജേഷ് സ്ഥാനാർത്ഥിയായ കല്യാശ്ശേരി മണ്ഡലം കൺവെൻഷൻ NCP സംസ്ഥാന സെക്രട്ടറി ബാബു കാർത്തികേയൻ ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ ദിവസം നടന്ന കണ്ണൂർ, കൂത്തുപറമ്പ്, ഇരിക്കൂറടക്കം 10 മണ്ഡലം കൺവെൻഷനുകളിലും വൻ ജനപങ്കാളിത്തമാണ് ഉണ്ടായത്. ബിനോയ് കുര്യൻ സ്ഥാനാർത്ഥിയായ പേരാവൂർ മണ്ഡലം ഇടതുമുന്നണി കൺവെൻഷൻ 9-ന് നടക്കും. ഇതോടെ കണ്ണൂർ ജില്ലയിലെ ഇടതുമുന്നണിയുടെ മണ്ഡലം കൺവെൻഷനുകൾ പൂർത്തിയാവും. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.
കൊല്ലത്തിന് പിന്നാലെ ചടയമംഗലത്തും പുനലൂരിലും റിബൽ സ്ഥാനാർത്ഥികൾ മത്സരിക്കാൻ ഒരുങ്ങുന്നു. ചിത്ര മധു ചടയമംഗലത്തും പുനലൂരിൽ സഞ്ജയ് ഖാനും പുനലൂർ മധുവും മത്സരിക്കും. അതേസമയം കൊല്ലത്തെ VM സുധീരന്റെ സ്ഥാനാർത്ഥിക്കെതിരെ എ ഗ്രൂപ്പ് രൂക്ഷ വിമർശനവുമായി രംഗത്തെത്തി. കൊല്ലം മണ്ഡലത്തിലെ VM സുധീരന്റെ ഗ്രൂപ്പ് സ്ഥാനാർത്ഥിക്കെതിരെ ഐ ഗ്രൂപ്പിന് പിന്നാലെ എ ഗ്രൂപ്പും രംഗത്തെത്തി. അന്തരിച്ച എ ഗ്രൂപ്പ് നേതാവ് കരുമാലിൽ സുകുമാരന്റെ ഭാര്യയും കൌൺസിലറുമായ ഉദയ സുകുമാരൻ അതിരൂക്ഷ ഭാഷയിലാണ് വിമർശിച്ചത്. സ്ഥാനാർത്ഥി നിർണയത്തിൽ ശ്രീ സൂരജ് രവിയുടെ പേരാണ് വന്നിരിക്കുന്നത്. അപ്പം അദ്ദേഹത്തിനെ കുറിച്ച് അറിയുമ്പോൾ അദ്ദേഹം തേവള്ളിയിലാണ് താമസിക്കുന്നത്. അദ്ദേഹം DCCയുടെ വൈസ് പ്രസിഡൻ്റാണ്, KPCCയുടെ ഭാരവാഹിയാണ്. പക്ഷേ എന്നിരുന്നിട്ടും അദ്ദേഹത്തിൻ്റെ വാർഡിൽ എന്താണ് കോൺഗ്രസിന് ക്ഷീണം സംഭവിച്ചത്? ഒരു പ്രാവശ്യം മത്സരിച്ചപ്പോൾ 3-ാം സ്ഥാനത്തേക്ക് പോയി, 4-മതൊരു സ്ഥാനം ഇല്ലായിരുന്നു. അതുകൊണ്ടാണ് പിന്നീട് 2 പ്രാവശ്യവും ഇടതുപക്ഷത്തിന് കൊടുക്കേണ്ടി വന്നു തേവള്ളി. ഇപ്പോഴോ ഒരു BJPയുടെ സ്ഥാനാർത്ഥി അവിടെ വിജയിക്കുകയും ചെയ്തു. അതേസമയം പുനലൂരിൽ ലീഗ് സ്ഥാനാർത്ഥി യൂനിസ് കുഞ്ഞിനെതിരെ കോൺഗ്രസ് നേതാക്കന്മാരായ പുനലൂർ മധുവും സഞ്ജയ് ഖാനും മത്സരിക്കാനൊരുങ്ങി. ചടയമംഗലത്ത് കോൺഗ്രസ് വക്താവ് MMSനെതിരെ ചിത്ര മധു മത്സരിക്കാൻ തീരുമാനിച്ചു. ഞാനൊരു കാര്യം ചോദിച്ചിട്ട്, ഞാൻ ഇത്രയും നേരം പറഞ്ഞ കാര്യം മനസ്സിലായല്ലോ. ഞാൻ ജനിച്ചു വളർന്ന നാട്, ഞാൻ 24 മണിക്കൂർ രാഷ്ട്രീയപ്പെടുന്ന നാട്, ആ നാട്ടിലെ ജനങ്ങളെ കാര്യം നോക്കുന്ന ഞാൻ രാഷ്ട്രീയത്തിൻ്റെ പേരിൽ ഷാനവാസിനും അവസരം വേണ്ടി എഴുതി മാറ്റിവെച്ചിരിക്കുന്നതൊന്നുമല്ലല്ലോ. തീറെന്ന് വച്ചിട്ടൊന്നുമില്ലല്ലോ. മുസ്ലിം ലീഗിനും NDPക്കും മാത്രം തീറ വെച്ചിട്ടുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഞാനും എന്നെ കണക്കുള്ള ആളുകൾ എന്തിനാണ് ഈ രാഷ്ട്രീയപ്പെടുന്ന നടന്നത്? മുസ്ലിം ലീഗിന് വേണ്ടെങ്കിൽ ഷാനവാസിനെ കൊടുക്കും, അല്ലെങ്കിൽ ഹസനെ കൊടുക്കും എന്ന് പറഞ്ഞാൽ അവരാരാവട്ടെ. എനിക്കെന്താണ് അയോഗ്യത? അതാണ് അത് എനിക്കറിയേണ്ടത്. എന്തുകൊണ്ട് എൻ്റെ ഈ അപേക്ഷ 50 വർഷത്തെ രാഷ്ട്രീയ പ്രവർത്തനത്തിന് ശേഷം ഞാൻ പ്രകടിപ്പിച്ച എൻ്റെ ഈ ഒരു അപേക്ഷ എന്തുകൊണ്ട് പരിഹരിച്ചില്ല? INUCയും സ്വന്തം സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കുമെന്ന് പ്രഖ്യാപിച്ചതോടെ കൊല്ലം ജില്ലയിലെ UDF രാഷ്ട്രീയം കലങ്ങിമറിയുകയാണ്. ന്യൂസ് ബ്യൂറോ, കൊല്ലം. നടന്മാരായ മുകേഷും ജഗദീഷും രാഷ്ട്രീയ നേതാക്കളായി മാധ്യമങ്ങൾക്ക് മുന്നിലെത്തി. കൊല്ലം പ്രസ് ക്ലബിന്റെ തെരഞ്ഞെടുപ്പ് പരിപാടിയിലാണ് രണ്ടുപേരും മനസ്സ് തുറന്നത്. നടന്മാരായി ഇരുവരും പലതവണ മീറ്റ് പ്രസിൽ പങ്കെടുത്തിട്ടുണ്ടെങ്കിലും രാഷ്ട്രീയക്കാരായി ആദ്യമായിട്ടായിരുന്നു ഇത്തരമൊരു പരിപാടിയിൽ പങ്കെടുക്കുന്നത്. പക്ഷേ രാഷ്ട്രീയക്കാരെക്കാൾ കൃത്യമായിരുന്നു മറുപടികൾ. ജഗദീഷിന്റെ അഭിപ്രായമല്ല തന്റേതെന്നും ഇടതുപക്ഷ രാഷ്ട്രീയമാണ് തന്റേതെന്നും മുകേഷ് തുറന്നടിച്ചു. അത്തരമൊരു സംവാദത്തിനല്ല ഞങ്ങളെ ക്ഷണിച്ചിട്ടുള്ളത്. അല്ല 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 അത് 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 ശരിയായിട്ടുള്ള ഒരു കാര്യമല്ല. ഞങ്ങളുടെ സുഹൃത്ത് ബന്ധം അത് നിലനിർത്താൻ പറയാം. ജഗദീഷ് പറഞ്ഞ കാര്യങ്ങൾ ജഗദീഷിൻ്റെതാണ്. അല്ല, ജഗദീഷും മുകേഷും കൂടെ പറഞ്ഞു ഇന്നാര് ചെയ്തു, അതൊന്നുമല്ല. അദ്ദേഹം പറഞ്ഞത് അദ്ദേഹവും ഞാൻ പറഞ്ഞത് ഞാനും. ഇത്രയും സൗഹൃദമായിട്ട് കലാകാരന്മാരെന്ന് അദ്ദേഹം പറഞ്ഞു. ഇവിടെ വന്നു, ഞങ്ങൾക്ക് രാഷ്ട്രീയ കാഴ്ചപ്പാട് വേറെയാണ്, അതും ജഗദീഷ് പറഞ്ഞു. അങ്ങനെ രണ്ടും കൂടെ കൂട്ടിക്കൊടുക്കരുത്. പിന്നെ ഞാൻ പ്രസംഗിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ ഒരു ഉത്തരവാദിത്തം ഏറ്റെടുത്ത് കഴിഞ്ഞിരിക്കുന്നു. അതിൻ്റെ 100% ഞാൻ കൊടുക്കാൻ ബാധ്യസ്ഥനാണ്, കൊടുത്തിരിക്കും. എന്നാൽ രാഷ്ട്രീയ ചോദ്യങ്ങൾ ഒഴിവാക്കണമെന്നും തനിക്കും രാഷ്ട്രീയം പക്ഷേ ഉണ്ടെന്നും ജഗദീഷ് പറഞ്ഞു. സാധാരണഗതിയിൽ അവരവരുടെ സ്ഥലത്ത് മാത്രമാണ് സ്ഥാനാർത്ഥികളായി പരിഗണിക്കപ്പെടുക. ഇല്ലെങ്കിൽ വലിയ ആൾക്കാർക്ക്, VIP-കൾക്ക് തിരുവനന്തപുരംകാരനാണെങ്കിലും കണ്ണൂരിൽ നിന്ന് മത്സരിക്കാം. നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി അദ്ദേഹം വാരണാസിയിൽ മത്സരിച്ചു. അങ്ങനെ VIP-കൾക്ക് മാത്രമുള്ള പരിഗണനയാണിത്. സ്വന്തം മണ്ഡലം വിട്ട് എവിടെ നിന്നാലും അവർ ജയിക്കും. അങ്ങനെ ഒരു പരിഗണനയും എനിക്ക് ലഭിച്ചിരിക്കുകയാണ്. മുകേഷിന് കൊല്ലം സ്വന്തം നാടാണെങ്കിൽ പത്തനാപുരം തനിക്ക് സ്വന്തം നാട് പോലെയാണെന്നായിരുന്നു ജഗദീഷിന്റെ പ്രതികരണം. ജയിച്ചു വരുമെന്ന ആത്മവിശ്വാസമാണ് രണ്ടുപേരും പ്രകടിപ്പിച്ചത്. ന്യൂസ് ബ്യൂറോ, കൊല്ലം.